വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിൻ്റെ കോർ പേപ്പറാണ് അപ്രിഷിയേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്റർ. ഇതിൻ്റെ സിലബസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് തേർഡ് മൊഡ്യൂൾ പെടുന്ന വേൾഡ് പ്ലേയിൽ പെടുന്ന ആൻഡൻ ചെക്കോവിൻ്റെ ദ ബെയർ ഓർ ദ ബുവർ ആണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ മലയാളം സമ്മറി അല്ല, അതായത് ഇതിൻ്റെ ബേക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആണ് എന്ന് നോക്കുന്നത്. അതായിരിക്കും നമുക്ക് എക്സാമിന് ഒന്നുകൂടി യൂസ്ഫുൾ ആവുക എന്ന് തോന്നുന്നു. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡൻ ചെക്കോവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു റഷ്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ഫേമസ് ആയിട്ടുള്ള റഷ്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹം മോർ ദാൻ 200 ഷോർട്ട് സ്റ്റോറീസ്, അതുപോലെ 40 പ്ലേസൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഈ ഒരു ബിയർ ഓൾസോ നോൺ ആസ് ദ ബുവർ. എന്താണ് ബുവറിൻ്റെ മീനിങ്? ഗ്ലോസറിയിൽ വരുന്നുണ്ട്. എ പേഴ്സൺ ഹു ഈസ് റൂയിഡ് ആൻഡ് ഡസ് നോട്ട് കൺസിഡർ അതർ പീപ്പിൾസ് ഫീലിങ്സ്. മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒന്നും കൺസിഡർ ചെയ്യാതെ വളരെ റഫായിട്ട് പെരുമാറുന്ന വ്യക്തിയെയാണ് നമ്മൾ ബുവർ എന്നുള്ള രീതിയിൽ പറയാറുള്ളത്. അപ്പോൾ ദ ബെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, കരടി, മുരടൻ എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെഡിങ് എങ്ങനെയാണ് ഈ ഒരു പ്ലേയുമായിട്ട് യോജിക്കുന്നത്, കണക്റ്റ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ആൻഡ് ആൻഡൻ ചെക്കോവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒരു പ്ലേയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നോക്കാം. സെൻട്രൽ ക്യാരക്ടറാണ് എലന ഐവാനോവ്ന പൊപ്പോവ എന്ന് പറയുന്നത്. അവർ ഒരു ലാൻഡ് ഓണിങ് ലിറ്റിൽ വിഡോ ആണ് വിത്ത് ഡിംപിൾസ് ഓൺ ഹെർ ചീക്സ്. കവിളിലെ ഡിംപിൾസ് ഒക്കെയുള്ള ഒരു ലിറ്റിൽ വിഡോ, അതായത് കൂടുതൽ വയസ്സാകാത്ത, ഹസ്ബൻഡ് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു വിധവയായിട്ടുള്ളൊരു സ്ത്രീയാണ് എലന ഐവാനോവ്ന പൊപ്പോവ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടറാണ് ഗ്രിഗറി സ്റ്റെപ്നോവിച്ച് സ്മിർനോവ്. നമുക്കിവിടെ പൊപ്പോവ, സ്മിർനോവ് എന്നുള്ള രീതിയിലൊക്കെ മെൻഷൻ ചെയ്യാം. സ്മിർനോവ് എന്ന് പറയുന്നത് ഒരു മിഡിൽ ഏജ്ഡ് ലാൻഡ് ഓണറാണ്, മധ്യവയസ്കനായിട്ടുള്ള ഒരു ലാൻഡ് ഓണറാണ്. ആൻഡ് ലൂക്ക പൊപ്പോവാസ് ഏജ്ഡ് ഫുട്മാൻ ആണ്, പൊപ്പോയുടെ സെർവൻ്റ് ആണ്, പൊപ്പോയുടെ എസ്റ്റേറ്റിലെ സെർവൻ്റ് ആണ്. അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ വിസിറ്റേഴ്സിനൊക്കെ അഡ്മിറ്റ് ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ലൂക്കയുടെ സെർവൻ്റ് ആയിട്ടുള്ള ലൂക്കയുടെ ഡ്യൂട്ടി. അപ്പോൾ ഇവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ആൻഡ് ദെൻ പൊപ്പോയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള നിക്കോളോയ് മിക്കലോവിച്ചിനെ കുറിച്ചിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അവരാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. ആൻഡ് ആ ഹസ്ബൻഡിൻ്റെ ഒരു ടോബി എന്നുള്ളൊരു ഹോഴ്സിനെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് ഇതിലെ മേജർ തീംസ് എന്ന് വരുന്നത് മോർണിംഗ് ആൻഡ് ഡെത്ത്. ഇപ്പം നമ്മുടെ പൊപ്പുവയുടെ ഹസ്ബൻഡായിട്ടുള്ള നിക്കോളോയ് മിക്കലോവിച്ച് മരണപ്പെട്ടു. അങ്ങനെ ആ ഒരു ഡെത്ത്, ആ ഒരു മോർണിംഗ്, ആ ഒരു സേഡ്നെസ് ഒക്കെ ഒരു കൊമേഡിയനായി എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്ലേ. അതിനാണ് ഇതിൻ്റെ ഒരു മേജർ തീംസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ലവ് ആൻഡ് ട്രസ്റ്റ് വേർത്തിനെസ്, സ്നേഹം അതുപോലെ ട്രസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്ലേ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. ദ റിയൽ ലവ് ടേൺസ് ടു എൻ ഒബ്ലിഗേഷൻ ഓർ ടു എ കൈൻഡ് ഓഫ് റിവെഞ്ച് എന്നുള്ള രീതിയിൽ ഈ ഒരു സ്നേഹം പോകുന്നുണ്ട്. അതായത് ഒരു കടമ, അതല്ലെങ്കിൽ ഒരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മോർണിംഗ്, ഒരു സ്നേഹം പോകുന്നത്. ആൻഡ് ലിറ്റററി റിയലിസം ഇൻ റഷ്യ എന്നുള്ളൊരു തീം കൂടിയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മേജർ തീംസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ആൻഡൻ ചെക്കോവിൻ്റെ പ്ലേ ആണല്ലേ ദ ബെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ ബുവർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഇതിന് പറയുന്നത്, ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്ലേ അദ്ദേഹം പറയുന്നത് എ ഫൂളിഷ് ലിറ്റിൽ ഫ്രഞ്ച് ഫേഴ്സ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ചൊരു ഷോർട്ടായിട്ട് പറയാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാത്തവർക്ക് വേണമെങ്കിൽ നമുക്കിതിൻ്റെ സമ്മറി കൂടി ഒന്ന് നോക്കട്ടെ. ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് എലന ഐവാനോവ്ന പൊപ്പോവ? ആരാണ് പൊപ്പോവ? പൊപ്പോവ എന്ന് പറയുന്നത് ലാൻഡ് ഓണിങ് ലിറ്റിൽ വിഡോ ആണ്. അതായത് കൂടുതൽ പ്രായമായിട്ടില്ലാത്ത, ഹസ്ബൻഡ് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു ലാൻഡ് ഓണർ, ഭൂസ്വത്തുള്ളൊരു സ്ത്രീയാണ്. അവളുടെ കവിളിൽ, അവളുടെ ചീക്സിൽ ഡിംപിൾസ് ഒക്കെ ഉണ്ട്. അവളുടെ ഹസ്ബൻഡ് നിക്കോളോയ് മിക്കലോവിച്ച് ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടിട്ട് 7 മാസമായിട്ടുണ്ട്. എന്നിട്ടും അവൾ സ്റ്റിൽ വിയറിങ് മോർണിംഗ് ക്ലോത്ത്സ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇനി ഞാൻ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല എന്ന് എന്താ പറയുക, ഒരു ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. She is a land-owning widow with dimples on her cheeks. Her husband was Nikolai Mikhailovich. He died 7 months ago and she has decided to stay indoors all her life, wearing mourning clothes. Next question നോക്കാം. Why did Luca argue with Popova? എന്തുകൊണ്ടാണ് ലൂക്ക പൊപ്പോവയുമായിട്ട് തർക്കിച്ചിട്ടുള്ളത്? Because he argued with Popova because she refused to meet even her neighbors.
അവൾ പറഞ്ഞു അവൾ എന്തിലാണ്, മോർണിംഗിലാണ്. അവളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയിട്ടുള്ള ദുഃഖാചരണത്തിൽ ഇരിക്കുകയാണ് നമ്മുടെ പപ്പു. അതുകൊണ്ട് തന്നെ ഈവൻ അവളുടെ നെയ്ബേഴ്സിന്, അവളുടെ അയൽവാസികൾ പോലും മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൾ റിഫ്യൂസ് ചെയ്തതിനെ തുടർന്നിട്ടാണ് ലൂക്ക് അവളുമായിട്ട് തർക്കിക്കുന്നത്. ഷി ഡസ് നോട്ട് ഗോ ഔട്ട് അറ്റ് ഓൾ. അത് മാത്രമല്ല, അവൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. മറ്റെല്ലാ ജനങ്ങളും ഹാപ്പിയാണ്, അവൾ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പക്ഷേ പൊപ്പുവ സിറ്റിംഗ് അറ്റ് ദ ടൈം അറ്റ് ഹോം മോർണിംഗ്. ഇപ്പോഴും അവളുടെ ഹസ്ബൻഡ് മരണപ്പെട്ട് കഴിഞ്ഞ് 7 മാസമായിട്ടും ആ റൂമിൽ തന്നെ, ആ ഒരു 4 ചുമരുകൾക്കിടയിൽ തന്നെ മോർണിംഗ് ആചരിച്ച് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൊപ്പുവയുമായിട്ട് നമ്മുടെ ലൂക്ക് ആകെ ചെയ്തിട്ടുള്ളത്. He argued with Papua because she refused to meet even her neighbors. She does not go out at all. All other people are making themselves happy doing the things they like. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പപ്പുവ ഈസ് സിറ്റിംഗ് ഓൾ ദി ടൈം അറ്റ് ഹോം മോർണിംഗ്. ദറ്റ് ഈസ് വൈ ഹി ആർഗ്യൂഡ് വിത്ത് പപ്പുവ. ലൂക്ക എന്ന് പറയുന്നത് നമ്മുടെ പപ്പുവയുടെ ഏജ്ഡ് ഫൂട്ട്മാൻ ആണ്, സെർവൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ലൂക്കാസ് കമൻറ്റ് ഓൺ പപ്പുവാസ് ബ്യൂട്ടി? പപ്പുവയുടെ ബ്യൂട്ടിയെ പറ്റി ലൂക്കയുടെ കമൻറ്റ് എന്താണ് എന്നാണ് ചോദ്യം. നോക്കൂ. ലൂക്ക സെയ്സ് പപ്പുവ ഈസ് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ വിത്ത് റോസസ് ഓൺ ഹെർ ചീക്സ്. Beautiful won't last long. In 10 years' time, she might want to be a peon among the officers, but they won't look at her, at it will be too late. ലൂക്ക് പറയുന്നത് ഇപ്പം നമ്മുടെ പൊപ്പോ യങ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, വിത്ത് റോസസ് ഓൺ ഹെർ ചീക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിത്ത് ഡിംപിൾസ് ഓൺ ഹെർ ചീക്സ്, കവിളിലേക്ക് റോസ് പൂക്കൾ, ഡിംപിൾസൊക്കെ ഉള്ളൊരു നല്ലൊരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് പൊപ്പുവ. പക്ഷേ ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് വോണ്ട് ലാസ്റ്റ് ലോങ്, ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ഒന്ന് അല്ല. 10 കൊല്ലം കഴിഞ്ഞാകുമ്പോൾ ഓഫീസിൻ്റെ മുമ്പീസിലും ഒരു എന്താ ഉദ്ദേശിക്കുന്നത് ടു ബി എ പയൻ, ഒരു പെൺമയിലാകണമെന്ന് ആഗ്രഹിച്ചാലും അതുവരെ ആരും തിരിഞ്ഞു നോക്കുകയില്ല. 10 വർഷം കഴിഞ്ഞാൽ ഈ ബ്യൂട്ടിക്ക് പോകും എന്നുള്ളതാണ് ലൂക്ക നമ്മുടെ പപ്പുവയുടെ ബ്യൂട്ടിയെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പപ്പുവാസ് കമൻറ്റ് അബൌട്ട് ഹെർ മോർണിംഗ്? പപ്പുവയുടെ കമൻറ്റ് എന്താണ്? അവളുടെ മോർണിംഗിനെ കുറിച്ചിട്ട്, അവളുടെ ദുഃഖാചരണത്തെ പറ്റി പപ്പുവയുടെ കമൻറ്റ് എന്താണെന്നാണ് ചോദ്യം. പപ്പുവ സെയ്സ് ദാറ്റ് ഷീ വിൽ നെവർ ഗോ ഔട്ട്. പപ്പുവ പറയുന്നത് എന്താണ്? ഇനി ഒരിക്കലും താൻ പുറത്ത് പോവുകയില്ല. ഹെർ ലൈഫ് ഈസ് ഓൾറെഡി അറ്റ് ആൻ എൻഡ്. അവളുടെ ജീവിതം ഓൾറെഡി അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയപ്പോൾ തന്നെ അവളുടെ ലൈഫും അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഹെർ ഹസ്ബൻഡ് ഈസ് ഇൻ ദ ഗ്രേവ് ആൻഡ് സോ ഷീ ഹാസ് ബെറീഡ് ഹെർ സെൽഫ് എമംഗ് ദ 4 വേൾഡ്സ്. അവളുടെ ഹസ്ബൻഡ് എവിടെയാണ്? മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവളുടെ ഹസ്ബൻഡ് ഗ്രേവിലാണ്, കല്ലറയിലാണ്. അതുകൊണ്ട് തന്നെ അവളും അവളുടെ ലൈഫിനെ, അല്ലെങ്കിൽ അവളെ തന്നെ ഈ ഒരു 4 വാൾസിനിടയിൽ, 4 ചുമരുകൾക്കിടയിൽ അടക്കി കഴിഞ്ഞിട്ടുണ്ട്, ബെരീഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഷീ ആൻഡ് ഹെർ ഹസ്ബൻഡ് ആർ ഡെഡ്. അതുകൊണ്ട് തന്നെ അവളും അവളുടെ ഹസ്ബൻഡും മരിച്ചു പോയി എന്നതാണ് പപ്പുവയുടെ കമൻറ്റ് അബൌട്ട് ഹെർ മോർണിംഗ്, അവളുടെ ദുഃഖാചരണത്തെ പറ്റിയുള്ള അവളുടെ കമൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് സ്മിർനോവ്? ആരാണ് സ്മിർനോവ് എന്ന് പറയുന്നത്? ഹിസ് ഫുൾ നെയിം ഈസ് ഗ്രിഗറി സ്റ്റെപ്നോവിച്ച് സ്മിർനോവ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് പറഞ്ഞിട്ടുള്ളത്. ഹി ഈസ് എ മിഡിൽ ഏജ്ഡ് ലാൻഡ് ഓണർ, റിട്ടയർഡ് ലെഫ്റ്റനൻറ്റ് ഫ്രം ദ ആർട്ടിലറി. അദ്ദേഹം ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ലാൻഡ് ഓണറാണ്. പീരങ്കി പട്ടാളത്തിൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ളൊരു യോദ്ധാവാണ്. ഓക്കെ, ഒരു ലെഫ്റ്റനൻ്റാണ്. He himself says that he is of respectable character with an income of 10,000 a year. He boasts that he is such a sure shot that he can possess a coin tossed in the air as it comes down. He has some fine horses. അദ്ദേഹം പറയുന്നത് അയാൾ നല്ലൊരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് 10,000 റൂബിൾ ഇൻകം ആയിട്ടുണ്ട്. 10,000 റൂബിൾ ഇൻകം ആയിട്ടുണ്ട്. അത് ഇയറിൽ, ഓക്കെ, ഒരു വർഷത്തിൽ 10,000 റൂബിൾ വാർഷിക വരുമാനമായിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റിയാണ്, മുകളിലോട്ട് എറിഞ്ഞ ഒരു കോയിന് തിരിച്ചു വീഴുമ്പോൾ അതിനെ വെടിവെച്ച് തുളക്കാനുള്ളൊരു കഴിവ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ധാരാളം നല്ല ഹോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് അദ്ദേഹം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്, അദ്ദേഹത്തിന് ഒരുപാട് ഇൻകം ഉണ്ട്, അദ്ദേഹത്തിന് ഇന്നതായിട്ടുള്ള എബിലിറ്റികളൊക്കെ ഉണ്ട്, അദ്ദേഹം ഒരു സൂപ്പർ ആണെന്നുള്ള രീതിയിലാണ് സ്മിർനോവ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരാണ് സ്മിർനോവ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് ഗ്രിഗറി സ്റ്റെപ്നോവിച്ച് സ്മിർനോവ്. അദ്ദേഹം ഒരു മിഡിൽ ഏജ്ഡ് ലാൻഡ് ഓണറാണ്, റിട്ടയർഡ് ലെഫ്റ്റനൻറ്റ് ഫ്രം ദ
ആർട്ടിലറി എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അദ്ദേഹത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു റെസ്പെക്റ്റബിൾ ക്യാരക്ടറാണ് വിത്ത് ആൻ ഇൻകം ഓഫ് 10,000 എ ഇയർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് സ്മിർനോവ് വിസിറ്റ് പപ്പുവ? എന്തുകൊണ്ടാണ് സ്മിർനോവ് പപ്പുവയെ സന്ദർശിച്ചിട്ടുള്ളത്? സ്മിർനോവ് ഈസ് എ ഡയർ നീഡ് ഓഫ് മണി ടു പേ എ മോർട്ടേജ്. അദ്ദേഹത്തിന് മോർഗേജ് കൊടുക്കാനായിട്ട് അയാൾക്ക് പണം അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട്. ആൻഡ് ഹി ഹാസ് കം ടു പപ്പുവാസ് ടു കളക്ട് 102,000 റൂബിൾസ് ഹെർ ലൈറ്റ് ഹസ്ബൻഡ് ഓവഡ് ഹിം. പപ്പുവയുടെ മരണപ്പെട്ടു പോയിട്ടുള്ള പപ്പുവയുടെ ഹസ്ബൻഡ് നിക്കോളോയ് മിക്കോളോവിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന്, സ്മിർനോവിൻ്റെ അടുത്ത് നിന്നും 102,000 റൂബിൾസ് കൊടുക്കാനായിട്ട് കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്മിർനോവ് പപ്പുവയെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് സ്മിർനോവ് ചാലഞ്ച് പപ്പുവ ടു എ ഡ്യുവൽ? എന്തുകൊണ്ടാണ് സ്മിർനോവ് പപ്പുവയെ ഒരു യുദ്ധത്തിന്, ഒരു ഡ്യുവലിന് വെല്ലുവിളിച്ചത്, ചലഞ്ച് ചെയ്തിട്ടുള്ളത്? നോക്കാം. സ്മിർനോവ് ചലഞ്ചഡ് പപ്പുവ ഫോർ എ ഡ്യുവൽ ബിക്കോസ് ഷീ ഇൻസൾട്ടഡ് ഹിം. He then asked her what right she has to insult him. In answer, Papua says she is not afraid of him. Then he challenges her for a duel to fight it out. കാരണം എന്താണ്? നമ്മുടെ പപ്പുവ സ്മിർനോവിനെ വളരെ ഇൻസൾട്ട് ചെയ്തു, ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അതൊക്കെ ചെയ്യാൻ അവൾക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ സ്മിർനോവ് മറിച്ച് അവളോട് ചോദിക്കുന്നു. വാട്ട് റൈറ്റ് ഷി ഹാസ് ടു ഇൻസൾട്ട് ഹിം? അതിൻ്റെ ആൻസർ എന്നുള്ള രീതിയിൽ പപ്പുവ പറഞ്ഞത് എനിക്ക് ആരെയും പേടിയില്ല, എനിക്ക് നിന്നെ പേടിയില്ല. ഓക്കെ, ഷീ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഹിം എന്നുള്ളൊരു ആൻസർ ആയിരുന്നു. അങ്ങനെ നമ്മുടെ പപ്പുവയെ സ്മിർനോവ് ഒരു വെല്ലുവിളിക്ക്, അതുകൊണ്ടാണ് അയാൾ അവളെ വെല്ലുവിളിച്ചത്. ഹെർ ഫോർ എ ഡ്യൂവൽ ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് സ്മിർനോവ് സേ ദാറ്റ് ഹി ഈസ് നോട്ട് ഇൻറ്റൻഡിങ് ടു ഷൂട്ട് പപ്പുവ? പപ്പുവയെ വെടിവെക്കാൻ തനിക്ക് താല്പര്യമില്ല, താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് സ്മിർനോവ് പറയുന്നത്? നോക്കൂ. ഹി ഈസ് നോട്ട് ഇൻറ്റൻഡിങ് ടു ഷൂട്ട് പപ്പുവ ബിക്കോസ് ഹി ലവ്സ് ഹെർ. നമ്മുടെ പപ്പുവനെ ഷൂട്ട് ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല, കാരണം എന്താണ്? സ്മിർനോവ് അവളെ സ്നേഹിക്കുന്നു. ഹി സേസ് ഹി ഫീൽസ് ആസ് ഇഫ് ഹി ട്രാപ്ഡ് ഇൻ എ മൗസ് ട്രാപ്പ്. ഹി വിൽ ബി ഹാപ്പി ടു ഡൈ ബിഫോർ ഹെർ ബ്യൂട്ടിഫുൾ ഐസ്. അവൾ പറയാണ്, എലിപ്പെട്ടിയിൽപ്പെട്ട ഒരു എലിയെ പോലെയാണ് താനിപ്പോൾ. നമ്മുടെ പപ്പുവയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസുകൾക്ക് മുമ്പിൽ താൻ മരിക്കാൻ അയാൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് സ്മിർനോവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവനക്ക് പപ്പുവയെ ഷൂട്ട് ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കാര്യങ്ങൾ അവിടെ വരെ എത്തി. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് പപ്പുവ റെസ്പോണ്ട് വെൻ സ്മിർനോവ് എക്സ്പ്രസ്ഡ് ഹിസ് ലവ് ഫോർ ഹെർ? സ്മിർനോവ് അവളോടുള്ള സ്നേഹം എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രകടിപ്പിച്ചപ്പോൾ എങ്ങനെയായിരുന്നു പപ്പുവ റെസ്പോണ്ട് ചെയ്തിരുന്നത്, പ്രതികരിച്ചിരുന്നത്? നോക്കാം. പപ്പുവ വാസ് ഇൻ കൺഫ്യൂഷൻ. പപ്പുവ കൺഫ്യൂഷനിലായില്ലേ? ഷി ആസ്ക് ഹിം ടു ഗോ അവേ ബട്ട് ആസ് ഹി മൂവ്സ് ടുവാർഡ്സ് ദ ഡോർ ഷി വാണ്ട്സ് ഹിം ടു സ്റ്റോപ്പ്. ഫൈനലി സ്മിർനോവ് ആൻഡ് പപ്പുവ ആർ സീൻ എൻഗേജ്ഡ് ഇൻ പ്രൊലോങ്ഡ് കിസ്. എന്താണ് പറയുന്നത്? യെസ്, പപ്പുവക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പപ്പുവ പറയും, അവനോട് പുറത്ത് പോകാൻ പറയും. പിന്നെ അവൻ വാതിലിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് അവനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും, നിൽക്കാൻ പറയും. അങ്ങനെ ഇതിൻ്റെ അവസാനമായിട്ട് നമ്മൾ കാണുന്നത് പപ്പുവയും സ്മിർനോവും ഒരു പ്രോലോങ്ഡ് കിസിൽ എൻഗേജ് ആയിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ റെസ്പോണ്ട് എന്ന് പറയുന്നത്. ഇഷ്ടമാണ് എന്നുള്ളൊരു മീനിങ്. ഓക്കെ. ആൻഡ് 10th ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു 2 or 3 സെൻറ്റൻസ് എഴുതാനുള്ള 10th ക്വസ്റ്റ്യൻ ആണ്, ഫൈനൽ ക്വസ്റ്റ്യൻ ആണിത്. Why did Papua instruct Luca to not to give Toby any oats at all? എന്തുകൊണ്ടാണ് പപ്പുവ ലൂക്കിനോട് പറഞ്ഞത് ടോബിക്ക് ഇനി ഓട്സ് ഒന്നും കൊടുക്കേണ്ട എന്ന്? അതിൻ്റെ ആൻസറാണ് നോക്കാൻ പോകുന്നത്. നോക്കൂ. She asked Luca to give some extra oats to Toby because she remembered her late husband riding majestically on Toby. ഫസ്റ്റ് ഓഫ് ഓൾ ടോബി എന്ന് പറയുന്നത് നമ്മുടെ പപ്പുവയുടെ ലേറ്റർ ഹസ്ബൻഡിൻ്റെ ഒരു ഹോഴ്സാണ്, ഫേവറേറ്റ് ഹോഴ്സാണ് കേട്ടോ. അവൾ ലൂക്കയോട് പറയുന്നുണ്ട് നമ്മുടെ ടോബിക്ക് ഒരു എക്സ്ട്രാ ഓട്സ് കൊടുക്കുക. ഈ ഒരു പ്ലേ തുടങ്ങുന്നത് ആദ്യത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. കാരണം എന്താണ്? അവൾ ഓർക്കണം അവളുടെ ലേറ്റർ ഹസ്ബൻഡ് ആ ഒരു ടോബിയിൽ റൈഡിങ് മെജസ്റ്റിക്കലി, വളരെ നല്ല രീതിയിൽ മെജസ്റ്റിക്കായിട്ട് സവാരി നടത്തുന്നത് അവൾ ഓർക്കുന്നത് കൊണ്ട് തന്നെയാണ് ടോബിക്ക് എക്സ്ട്രാ ഓട്സ് കൊടുക്കാൻ ലൂക്കയോട് പറഞ്ഞത്. പക്ഷെ നൗ ഷീ ഹാസ് ഡിസൈഡ് ടു ലവ് സ്മിർനോവ് ആൻഡ് ഷീ വാണ്ട്സ് ടു ഫോർഗെറ്റ് ഓൾ അബൌട്ട് her late husband and Toby, his favorite horse.
പക്ഷേ ഇപ്പോൾ അവൾ സ്മിർനോവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്, വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ലേറ്റർ ഹസ്ബൻഡ് ആയിട്ടുള്ള, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫേവററ്റ് ഹോഴ്സ് ആയിട്ടുള്ള ടോബിയെ കുറിച്ചിട്ടൊക്കെ അവൾക്ക് എന്ത് ചെയ്യണം? ടു ഫോർഗെറ്റ് ഓൾ അബൌട്ട്, അവൾക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ മറക്കണം. അതുകൊണ്ട് തന്നെ സോ ഷീ ഇൻസ്ട്രക്റ്റഡ് ലൂക്ക ടു നോട്ട് ഗിവ് ടോബി എനി ഓട്സ് അറ്റ് ഓൾ, എല്ലാ സമയത്തും. അതുകൊണ്ട് തന്നെ ടോബിക്ക് ഇനി എല്ലാ സമയത്തും ഓട്സ് കൊടുക്കേണ്ട എന്ന് അവൾ പറയാൻ കാരണം. നെക്സ്റ്റ് സെക്ഷനാണ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ പാരഗ്രാഫ്. പാരഗ്രാഫിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്ക്രൈബ് ദ റീസൺസ് ബിഹൈൻഡ് ദ മാരേജ് ഓഫ് പൊപ്പുവ ആൻഡ് സ്മിർനോവ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പൊപ്പുവയും സ്മിർനോവും സ്നേഹത്തിലാകുന്നത് അല്ലെങ്കിൽ വിവാഹിതരാകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. പൊപ്പുവാസ് ഹസ്ബൻഡ് ഡൈഡ് 7 months ago, but she was still mourning him. She always wore widow's weeds, black dress worn by widows, and she never went out of the house. She refused to meet people, although she is mourning for her late husband. എന്താണ് ഇവിടെ പറയുന്നത്? പൊപ്പയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് 7 മാസം ആയിട്ടുണ്ട്. എന്നാൽ അവൾ ഇപ്പോഴും സ്റ്റിൽ മോർണിംഗ് ഹിം, അവനക്ക് വേണ്ടി ദുഃഖാചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എല്ലായ്പ്പോഴും വിഡോസ് ധരിക്കുന്ന ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അവളുടെ വീടിൽ നിന്നൊന്നും പുറത്തേക്ക് പോകാതെ ഇരിക്കുകയാണ്. എന്തിന്? അവളുടെ അയൽവാസികളെ പോലും കാണാൻ അവൾ റിഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. ജനങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് അവൾ വിലക്കിയിരിക്കുകയാണ്, അവളെ തന്നെ വിലക്കിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഷീ ഈസ് മോർണിംഗ് ഫോർ ഹർ ലൈറ്റ് ഹസ്ബൻഡ്, അവൾ അവളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ദുഃഖാചരണം നടത്തിയിരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു പ്ലേ നടക്കുമ്പോൾ കാണാം, we can see that she is not love in with him. ഓക്കെ, അവൾ അവനുമായിട്ട് എല്ലായ്പ്പോഴും സ്നേഹത്തിലായിരുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. She has decided to mourn for him all her life as a kind of revenge towards him. ഇതിലെ മേജർ തീമായിരുന്നു നമ്മുടെ ലവ് ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ റിയൽ ലവ് ടേൺസ് ഇൻ ടു എ റിവെഞ്ച്, ടേൺസ് ഇൻ ടു എ ഒബ്ലിഗേഷൻ. ഒരു കടമ, അതല്ലെങ്കിൽ ഒരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് നമ്മുടെ പൊപ്പുവ അവനോട് എന്ത് ചെയ്യുന്നത്? മൗണിങ് ചെയ്യുന്നത്. ഹി വാസ് നോട്ട് എ ഗുഡ് ഹസ്ബൻഡ്. അവൾ പറയാണ് അവനൊരിക്കലും എന്തല്ല നല്ലൊരു ഗുഡ് ഹസ്ബൻഡ് ആയിരുന്നില്ല. ഹി ഓഫൻ ലെഫ്റ്റ് പൊപ്പുവ അലോൺ ഫോർ വീക്സ് ആൻഡ് വെൻറ്റ് ടു അതർ വുമൺ ടു എൻജോയ്. അവൾ പൊപ്പുവ എന്നുള്ളൊരു ഭാര്യ ഇവിടെ ഉണ്ടായിരിക്കെ പൊപ്പുവ ഇവിടെ തനിച്ചാക്കിയിട്ട് ആഴ്ചകളോളം മറ്റുള്ള സ്ത്രീകളുമായിട്ട് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവന് പോകാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവനൊരു നല്ലൊരു ഹസ്ബൻഡ് അല്ല എന്നുള്ള കാര്യം. ഇവിടെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. She saw the love letters the woman had written to him. അത് മാത്രമല്ല അവൾ കണ്ടിട്ടുണ്ട്, മറ്റുള്ള സ്ത്രീകൾ ഇവനക്ക് ലവ് ലെറ്റേഴ്സ് വരെ എഴുതിയത് ഇവൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാകും അവൻ എങ്ങനെ ആയിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ കാണുന്നത് യെസ് ഷീ ഈസ് നോട്ട് ലവ് ഇൻ വിത്ത് ഹിം ആൻഡ് എ കൈൻഡ് ഓഫ് റിവെഞ്ച് ടുവാർഡ്സ് ഹിം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മൗണിങ്. Then comes Smirnov, insisting that he will go away only if he gets the 1,200 rubles which Poppuwa's late husband owed him. അങ്ങനെ സ്മിർനോവ് വന്ന സമയത്ത്, സ്മിർനോവ് എന്തിനാണ് വന്നിട്ടുള്ളത്? പൊപ്പുവയുടെ ലേറ്റ് ഹസ്ബൻഡ് നമ്മുടെ സ്മിർനോവിൽ നിന്ന് 102,000 റൂബിൾസ് 1200 റൂബിൾസ് സ്വന്തമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ച് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്മിർനോവ് വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന സമയത്ത് ഇവർ തമ്മിൽ എന്തായി? ദാറ്റ് ഇസ് എ ബിറ്റർ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ ദ ടു. ഇവർ രണ്ട് തമ്മിൽ ഭയങ്കരമായിട്ട് ബിറ്റർ ആർഗ്യുമെൻ്റ് അവിടെ നടക്കുന്നുണ്ട്. ഷീ കോൾസ് ഹിം എ ബെയർ, ബുവർ ആൻഡ് മോൺസ്റ്റർ. അവൾ വിളിക്കുകയാണ്, നീ ഒരു ബിയറാണ്, ഒരു മുരടനാണ്, ഒരു കരടിയാണ്, ഒരു ബുവറാണ്, മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഫീലിങ്സും ഇമോഷൻസും ഒന്നും മനസ്സിലാക്കാതെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ്, ഒരു മോൺസ്റ്ററാണ് എന്നുള്ള രീതിയിൽ അവൾ അവനെ വിളിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഹി സേസ് ഓൾ വുമൻ ആർ അൺഫെയ്ത്ത്ഫുൾ, എല്ലാ സ്ത്രീകളും അൺഫെയ്ത്ത്ഫുൾ ആണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഒരുപാട് നേരം തർക്കിക്കുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ബിറ്റർ ആർഗ്യുമെൻറ്റ് വി സീ ദം ലോക്ക്ഡ് ഇൻ എ പ്രൊലോങ്ഡ് കിസ്. അങ്ങനെ ഈ ഒരു ബിറ്റർ ആർഗ്യുമെൻറ്റിൻ്റെ അവസാനത്ത് നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും പ്രൊലോങ്ഡ് കിസ്സിൽ ലോക്ക്ഡ് ആയിരിക്കുകയാണ്. പൊപ്പുവ ഫോൺ സ്മിർനോവ് മാൻലി ആൻഡ് ഫ്രാങ്ക്. പൊപ്പുവ മനസ്സിലാക്കണം സ്മിർനോവ് എന്ന് പറയുന്നത് ഒരു മാൻലി ആയിട്ടുള്ള ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്മിർനോവ് ഫൗണ്ട് പൊപ്പുവ ടു ബി യങ്, ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രോങ്. പൊപ്പുവ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. സോ ദേ ഡിസൈഡ് ടു യുണൈറ്റ്. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, അവർ ഒന്നിക്കാൻ തീരുമാനിക്കുകയാണ്, അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ മെയിൻ ഇഷ്യൂ ഓർ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സ്മിർനോവ് ആൻഡ് പൊപ്പുവ? സ്മിർനോവും പൊപ്പുവയും തമ്മിലുള്ള മെയിൻ കോൺഫ്ലിക്റ്റ് എന്താണ്? വഴക്ക് എന്താണ്?
The main issue of conflict between Smirnov and Popova was payment of 102,000 rubles with Popova's late husband over to Smirnov. ഇവർ തമ്മിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് 1200 റൂബിൾസ് പൊപ്പുവയുടെ ഹസ്ബൻഡ് സ്മിർനോയുടെ കയ്യിൽ നിന്നും കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കാശ് തിരികെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്മിർനോവ് വന്നിട്ടുള്ളത്. സ്മിർനോവ് ഈസ് ഇൻ ഡയർ നീഡ് ഓഫ് മണി ആസ് ഹി വാണ്ട് ടു പേ മോർഗേജ്. അദ്ദേഹത്തിന് ഇപ്പോൾ പണം വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് മോർഗേജിലോട്ട് പണം പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹി ഗോസ് ടു പൊപ്പുവ ഹു ഈസ് ഇൻ മോർണിംഗ്. പൊപ്പുവ മോർണിംഗിലായിരിക്കുന്ന സമയത്ത്, അതായത് ദുഃഖാചരണത്തിലിരിക്കുന്ന സമയത്ത് സ്മിർനോവ് പൊപ്പുവയെ കാണാൻ പോയി. Her husband died 7 months ago, but she was still mourning for him. പൊപ്പുവയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള നിക്കോളോയ് മിക്കോളോവിച്ച് 7 മാസമായി മരണപ്പെട്ടിട്ട്, എന്നിട്ടും അവൾ സ്റ്റിൽ മോർണിംഗിലാണ്. ഷീ ഓൾവേസ് വോർ വിഡോസ് വീഡ്സ് ആൻഡ് ഷീ നെവർ വെൻറ്റ് ഔട്ട് ഓഫ് ദി ഹൗസ്. നമ്മൾ പറഞ്ഞ കാര്യമാണല്ലേ, അവൾ എല്ലായ്പ്പോഴും ബ്ലാക്ക് ഡ്രസ്സാണ് ധരിക്കാറുള്ളത്, അതായത് വിഡോസ് ധരിക്കാറുള്ള ബ്ലാക്ക് ഡ്രസ്സ്. അതുപോലെ അവൾ വീടിൻ്റെ പുറത്തേക്കൊന്നും ഇറങ്ങുകയില്ല. ആൻഡ് ഷീ റിഫ്യൂസ്ഡ് ടു മീറ്റ് പീപ്പിൾ ഈവൻ ഹെർ നെയ്ബർ. അവളുടെ അയൽവാസികളെ പോലും ആളുകളെ പോലെ കാണുന്നതിന് വേണ്ടിയിട്ട് അവളെ തന്നെ റിഫ്യൂസ്ഡ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ കംസ് സ്മിർനോവ് വന്നു. ഹീ ഈസ് റിഫ്യൂസ്ഡ് അഡ്മിഷൻ. അദ്ദേഹത്തിന് കാണണം, നമ്മുടെ പൊപ്പുവയെ കാണണം, പക്ഷേ റിഫ്യൂസ്ഡ് ആയിരുന്നു, കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ബട്ട് ഹി ഫോഴ്സസ് ഹിംസെൽഫ് ഇൻ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞെന്ന് കരുതിയിട്ട് അദ്ദേഹം തിരിച്ചു പോയില്ല. കാരണം അദ്ദേഹത്തിന് അത്രക്കും അത്യാവശ്യമായിരുന്നു 102,000 റൂബിൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉന്തി തള്ളിക്കയറി ആ ഒരു എസ്റ്റേറ്റിലോട്ട് കയറുകയും അവരെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു, സ്വയം പൊപ്പുവയ്ക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി. He says he has come to collect his 102,000 rubles which her late husband owed him. കാര്യങ്ങൾ പറഞ്ഞു. നിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്നും 1200 റൂബിൾസ് കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. She says she has no ready cash and so she has to wait until her steward returns the day after tomorrow. അപ്പോൾ അവൾ പറയണത് എൻ്റെ അടുത്ത് റെഡി കാശൊന്നുമില്ല, എൻ്റെ സ്റ്റുവാർഡ്, അതായത് എൻ്റെ അസിസ്റ്റൻറ്റ് നാളെ ആയിട്ടൊക്കെ വരും, അല്ലെങ്കിൽ നാളേക്ക് ശേഷം വരും, ആ സമയത്ത് അവൻ നിങ്ങൾക്ക് തന്നോളും, അണ്ടിൽ അതുവരെ എനിക്ക് തരാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള രീതിയിൽ ആര് പറയുകയാണ്, പൊപ്പു അദ്ദേഹത്തിനോട് പറയാണ്. ബട്ട് ഹി വാണ്ട്സ് ദ മണി ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഹി വോണ്ട് ഗോ അൺലെസ് ഹി ഗെറ്റ്സ് ദ മണി. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കാശ് ഇമ്മീഡിയറ്റ്ലായിട്ട് വേണം, നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് കിട്ടുന്നതാണ് അദ്ദേഹത്തിന് അത്രയ്ക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കാശ് കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. ഹി വോണ്ട് ഗോ അൺലെസ് ഹി ഗെറ്റ്സ് ദ മണി. ആൻഡ് ആർഗ്യുമെൻറ്റ് ഈസ് സ്റ്റാർട്ടഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊപ്പുവ പറഞ്ഞു, എനിക്ക് എൻ്റെ സ്റ്റുവാർഡ് വരാതെ നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല, കാരണം എൻ്റെ അടുത്ത് കാശില്ല, റെഡി കാശ് എൻ്റെ അടുത്തില്ല, അത് വരുമ്പോൾ ആഫ്റ്റർ ടുമോറോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റുവാർഡ് റിട്ടേൺ ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സ്മിർനോവ് എന്ത് പറയുന്നു, പറ്റില്ല, എനിക്ക് എൻ്റെ കാശ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ളൊരു ആർഗ്യുമെൻറ്റ്, ഇതൊരു ബിറ്റർ ആർഗ്യുമെൻ്റ് ആയിരുന്നു, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. He accuses women to be false and she says all men including her husband are dishonest. അങ്ങനെ ഇവർ തല്ലി അവൻ പറഞ്ഞു വുമൻസൊക്കെ ഫാൾസ് ആണ്, അവർക്ക് അൺഫെയ്ത്ത്ഫുൾ ആണ് എന്നുള്ള രീതിയിൽ പറയുകയും, അപ്പോൾ അവൾ പറഞ്ഞു ആണുങ്ങളൊക്കെ എന്തിനാ അവളുടെ ഹസ്ബൻഡ് വരെ ഡിസ്ഹോണസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അവളും പറഞ്ഞു. ദ ആർഗ്യുമെൻറ്റ് ബിക്കംസ് എ ഷൗട്ടിംഗ് മാച്ച് ഓർ ബിറ്റർ ആർഗ്യുമെൻറ്റ്. ഓക്കെ, വളരെ ഒരു ഷൗട്ടിംഗ് മാച്ച് ആയിരുന്നു, ഒരു ബിറ്റർ ആർഗ്യുമെൻ്റ് ആയിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് ഫൈൻഡ് ദം ലോക്ക്ഡ് ഇൻ എ ഡീപ് കിസ്. പക്ഷേ ഈ ഒരു പ്ലേയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് അവരൊരു ലോക്കഡ് അതിൻ്റെ ഡീപ് കിസ്, പ്രൊലോങ്ഡ് കിസ്സിലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് അവർ തമ്മിലുണ്ടായ വഴക്ക്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ ടൈറ്റിൽ ഓഫ് ദി പ്ലേ ദ ബെയർ. ദ ബെയർ എന്ന പ്ലേയുടെ ഒരു ടൈറ്റിലിനെ കുറിച്ചിട്ട് വിശദീകരിക്കുക. ദ ടൈറ്റിൽ ദ ബെയർ കംസ് സ്ട്രൈറ്റ് ഫ്രം ദ പ്ലേ ആസ് എ റെഫറൻസ് ടു സ്മിർനോവ് ബൈ പൊപ്പുവ. അതായത് ഈ ഒരു ദ ബെയർ എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അത് നമ്മുടെ പൊപ്പുവ നമ്മുടെ സ്മിർനോവിനെ റെഫറൻസ് ചെയ്തിട്ടുള്ളതാണ്. പൊപ്പുവ ക്ലെയിംഡ് ദാറ്റ് സ്മിർനോവ് വാസ് എ ക്രൂഡ് മാൻ ഹു ഡിഡ് നോട്ട് നോ ഹൗ ടു ട്രീറ്റ് വുമൺ ഓർ ഹൗ ടു ബിഹേവ് വിത്ത് വുമൺ. നമ്മുടെ പൊപ്പുവ പറയാണ്, അല്ലെങ്കിൽ പൊപ്പുവ സ്മിർനോവിനെ കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങളൊരു ക്രൂഡായിട്ടുള്ളൊരു വളരെ ക്രൂവായിട്ടുള്ളൊരു മാനാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വുമനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറേണ്ടതെന്നോ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുകയാണ്.
ഷി വാസ് മോർണിംഗ് ഫോർ ഹെർ ലൈറ്റ് ഹസ്ബൻഡ് ഹു ഡേഡ് 7 months ago. നമ്മുടെ പൊപ്പു എന്ന് പറയുന്നത് നമുക്കറിയാം. യെസ്, 7 മാസമായി അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട്, എന്നിട്ടും അവൾ സ്റ്റിൽ മോർണിംഗിലാണ്. ഷീ ഹാഡ് ടേക്കൻ എ വോ നോട്ട് ടു ഗോ ഔട്ട്, നോട്ട് ടു മീറ്റ് പീപ്പിൾ ആൻഡ് ടു ഓൾവേസ് വിയർ ദ ബ്ലാക്ക് ക്ലോത്ത്സ് ഓഫ് എ വിഡോ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. But Smirnov forced himself in. He says he has come to collect the 102,000 rubles her late husband owed him. Then there is a shouting match between the two. He says all women are unfaithful and are not dependable. സ്മിർനോവ് പറയുകയാണ്, സ്ത്രീകൾ എന്ന് പറയുന്നത് അൺഫെയ്ത്ത്ഫുൾ ആണ്, ആർ നോട്ട് ഡിപ്പെൻഡബിൾ, അവരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്നുള്ള രീതിയിലൊക്കെ സ്മിർനോവ് കുറ്റപ്പെടുത്തുകയാണ്. പൊപ്പോ ഗെറ്റ്സ് ആംഗ്രി. പൊപ്പോക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ആകെ ദേഷ്യം വരികയും ആൻഡ് കോൾസ് ഹിം എ ബെയർ, എ ബൂവർ ആൻഡ് എ മോൺസ്റ്റർ ഹു ഹാസ് നോ മാനേഴ്സ്. അപ്പോൾ അവർ നമ്മുടെ പൊപ്പോ വിളിച്ച അദ്ദേഹത്തെ റെഫറൻസ് ചെയ്തിട്ടുള്ളതാണ് ദ ബെയർ, ബൂവർ ആൻഡ് എ മോൺസ്റ്റർ എന്നുള്ള രീതിയിൽ. കാരണം എന്താണ്, ഇത്രയും കാര്യങ്ങൾ വിളിച്ചു ഓതുന്നല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാനർ ഇല്ല എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് വിളിക്കുകയാണ്. A bear is a wild animal and symbolically it is a man who has no manners, who does not know how to talk and behave before a woman. അപ്പോൾ ഒരു ദ ബെയർ എന്ന് പറയുന്നത് ഒരു വൈൽഡ് ആനിമലാണ്, കരടി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് സിംബലിക്കലി എന്ന് പറയുന്നത് ഒരു മാൻക്ക്, ഒരു ആണിന് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയാതെ, നോ മാനേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സിംബലിക്കായിട്ടാണ് ആ ഒരു വൈൽഡ് ആനിമലിൻ്റെ നെയിമായിട്ടുള്ള ബെയർ എന്നുള്ള രീതിയിൽ ഇവിടെ റെഫറൻസ് ചെയ്തിട്ടുള്ളത്. And Smirnov's behavior is very much like that of a bear, and the title The Bear is an appropriate one. So നമുക്കിതിനെ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ദ ബെയർ എന്നുള്ളൊരു ടൈറ്റിൽ ഈ ഒരു പ്ലേക്ക് അനുയോജ്യമായത്, അപ്രോപ്രിയേറ്റ് ആയതുള്ളത്. കാരണം സ്മിർനോവിൻ്റെ ബിഹേവിയർ, അത് നമ്മുടെ പൊപ്പോയുടെ മുമ്പിലുള്ള സ്മിർനോവിൻ്റെ ബിഹേവിയർ അത്തരത്തിലുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പ്ലേക്ക് ദ ബെയർ ഓർ ദ ബൂവർ എന്നുള്ളൊരു ടൈറ്റിൽ വന്നിട്ടുള്ളത്. ബൂവറിൻ്റെ മീനിങ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റിഫൈ ദ എൻഡ് ഓഫ് ദി പ്ലേ ദ ബെയർ. ദ ബെയറിൻ്റെ അവസാനം എന്താണ് ഉണ്ടായതെന്നാണ് ചോദിക്കുന്നത്. Popo's husband died 7 months ago, but she was still mourning him. She always wore widow's black dress and she never went out of the house. She refused to meet people, even her neighbors. Although she is mourning for her late husband, we can see that she is not in love with him because he was cheating her when he was alive. She has decided to mourn for him all her life as a kind of revenge towards him. Then comes Smirnov to collect 102,000 rubles which Popova's late husband owed him. He is in dire need of money as he has to pay a mortgage very urgently. He forces himself into the house of Popova. She cannot pay a ready cash. An argument starts. There is a shouting match between the two and Smirnov challenged her for a duel, which she accepts. Smirnov is surprised. He has never found such a spirited lady, and she falls in love with her for her courage and dimpled cheeks. Popova has found a real man, strong, determined, unafraid. She too likes him. She did not know how a man's company for 7 months. So we see them locked in a prolonged kiss. The end is super fine. അപ്പോൾ ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. അതായത് അവളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് 7 മാസമായിട്ടുണ്ട്, അവളിപ്പോഴും മോർണിംഗിലാണ്, ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ആളുകളൊന്നും കാണാനൊന്നും കൂട്ടാക്കാതെയാണ് അവൾ നിൽക്കുന്നത്. അതുപോലെ അവളുടെ ഹസ്ബൻഡിനുള്ള മോർണിംഗ് ആണ്. പക്ഷേ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് അവരത്ര നല്ലൊരു പൊരുത്തത്തിലല്ലായിരുന്നു. കാരണം എന്താണ്, അവളുടെ ഹസ്ബൻഡ് അവളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അത് അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലേ. ആൻഡ് അങ്ങനെ അവൾ തീരുമാനിക്കുന്നത് എ കൈൻഡ് ഓഫ് റിവെഞ്ച് ടുവാർഡ്സ് ഹിം, അവളുടെ ജീവിതം മുഴുവനും അവനോടൊരു പ്രതികാരമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോർണിംഗ് എന്നുള്ള രീതിയിൽ അവൾ തീരുമാനിക്കുന്നത്. ഇതിലൊരു മെയിനായിട്ടുള്ളൊരു മേജർ തീമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെത്ത് ആൻഡ് മോർണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ തീം അങ്ങനെ ആയതെന്ന് മനസ്സിലായല്ലോ. മരണവും മോർണിംഗും ഒക്കെ ഇവിടെ ഒരു റിവെഞ്ച് ആയിട്ടാണ്, കൈൻഡ് ഓഫ് റിവെഞ്ച് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്മിർനോവ് 102,000 റൂബിൾസ് കളക്ട് ചെയ്യാൻ വരികയാണ്. അതെന്താണ് നമുക്കറിയാം, പൊപ്പോയുടെ ലേറ്റ് ഹസ്ബൻഡ് അവൻ്റെ അടുത്തുനിന്നും കടം വാങ്ങിയതായിരുന്നു. കാരണം നമ്മുടെ മോർഗേജിന്
ടു പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ അർജൻറ്റായിട്ട് സ്മിർനോവിന് കാശ് വേണം. അതുകൊണ്ട് തന്നെ പൊപ്പുവ നൽകാൻ സമ്മതമല്ലാത്തത് കൊണ്ട് തന്നെ പൊപ്പുവയുടെ അടുത്ത് റെഡി കാശ് ഇല്ലയെന്ന് പറഞ്ഞത് കൊണ്ടൊക്കെ തന്നെ അവർ തമ്മിലൊരു ആർഗ്യുമെൻറ്റ് ഇഷ്യൂ ആകുകയാണ്. ഒരു ഷൗട്ടിംഗ് മാച്ച് ആയിരുന്നു, ഒരു ബിറ്റർ ആർഗ്യുമെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ സ്മിർനോവ് അവളെ ചലഞ്ച് ചെയ്യുന്നുണ്ട്, അത് അവൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ സ്മിർനോവ് ആകെ അത്ഭുതപ്പെട്ടു, സർപ്രൈസ്ഡായി. അവൻ ഇത്രയും കാലമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്പിരിറ്റഡ് ലേഡി അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷീ ഫോൾസ് ഇൻ ലവ് വിത്ത് ഹെർ ഫോർ ഹെർ കറേജ് ആൻഡ് ഡിമ്പിൾ ചീക്സ്. ഓക്കെ, അപ്പോൾ അവന് അവളുമായിട്ടുള്ളൊരു ഇതൊക്കെ കണ്ട സമയത്ത് അവളുടെ ഒരു കറേജിനും അവളുടെ ഒരു ബ്യൂട്ടിഫുൾ അവളുടെ ഡിമ്പിൾ ചീക്സിലൊക്കെ ഇവന് ഫോളോ ആവുകയാണ്. പൊപ്പോയും അങ്ങനെ കണ്ടു, ഒരു റിയൽ മാൻ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു അൺഅഫ്രെയ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പൊപ്പോ സ്മിർനോവിലും കാണുകയുണ്ടായി. അവർ പരസ്പരം ഇഷ്ടപ്പെടുകയാണ്. ആൻഡ് അപ്പോൾ അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു അവസാനം അല്ലേ. സോ വി സീ ദം ലോക്ക്ഡ് ഇൻ എ പ്രൊലോങ്ഡ് കിസ്, ദ എൻഡ് ഈസ് സൂപ്പർ ഫൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പെടുന്നത്. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ബോത്ത് സ്മിർനോവ് ആൻഡ് പൊപ്പോ ഹാവ് ദ സെയിം ക്വാളിറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് ഡിസ്കസ്. സ്മിർനോവ് പൊപ്പോയും സെയിം ക്വാളിറ്റീസ് ഉള്ളൊരു വ്യക്തിയാണ്, ഒരേ സ്വഭാവ ഗുണങ്ങളുള്ളവരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നോക്കാം. പൊപ്പോവാസ് ഹസ്ബൻഡ് ഡൈഡ് 7 months ago. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കാര്യം, ആളുകളെ കാണുന്നതിന് റെഫ്യൂസ് ചെയ്ത കാര്യം, അവളെ ഹസ്ബൻഡിനോടുള്ള ഒരു മോർണിംഗ് അവൾ ഏത് രീതിയിലാണ് എടുത്തത് അല്ലേ, എന്തുകൊണ്ടാണ് ആ ഒരു മോർണിംഗ്, അതൊരു കൈൻഡ് ഓഫ് റിവെഞ്ച് ആയിരുന്നു. പിന്നെ സ്മിർനോവ് വന്നു 102,000 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെയാണ് സെയിം ആൻസർ ആണ് കേട്ടോ. പിന്നെ ദ ബിയർ ദ ബൂവർ അവർ തമ്മിലുള്ള ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ, ആ ഭാഗമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. There is a shouting match between the two. She says all men, including her husband, are unfaithful. She has seen a drawer full of love letters which other women had written to him. അവൾ പറയണേ ആണുങ്ങളൊക്കെ എന്തിനാ അവളുടെ ഹസ്ബൻഡ് അടക്കമുള്ളവരൊക്കെ അൺഫെയ്ത്ത്ഫുൾ ആയിരുന്നു. കാരണം തൻ്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കെ തന്നെ വഞ്ചിച്ചിട്ടുണ്ട്, ചീറ്റ് ചെയ്തിട്ടുണ്ട്. തൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് സ്ത്രീകൾ തൻ്റെ ഹസ്ബൻഡിന് ലവ് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, അതൊക്കെ താൻ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ സ്മിർനോവ് പറഞ്ഞത് എന്താണ്? സ്മിർനോവ് സൈസ് ഹി റിജക്റ്റഡ് 12 women and 9 women rejected him. താൻ 12 സ്ത്രീകൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, 9 വുമൻസ് തന്നെയും റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ സ്മിർനോവ് തിരിച്ചടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് ഹി ഈസ് ഷുവർ ദാറ്റ് നോ വുമൻ ഈസ് ഹോണസ്റ്റ്. സ്ത്രീകളാരും എന്തല്ല ആസ് എ ഹോണസ്റ്റ് അല്ല. അപ്പോൾ പൊപ്പോ ഗെറ്റ്സ് ആംഗ്രി, വെരി ആംഗ്രി ആൻഡ് കോൾസ് ഹിം എ ബെയർ, ബൂവർ ആൻഡ് എ മോൺസ്റ്റർ. ഹി ചാലഞ്ചഡ് ഹെർ ഫോർ എ ഡ്യൂവൽ ആൻഡ് ഷീ അക്സെപ്റ്റ്. അല്ല അങ്ങനെ ഒരു ചാലഞ്ചൊക്കെ വരികയാണ്, അവൾ അക്സെപ്റ്റ് ചെയ്തു. ദിസ് വി സീ ബോത്ത് സ്മിർനോവ് ആൻഡ് പൊപ്പോ ആർ സ്ട്രോങ്, ടോക്ക് വെൽ, ഹാവ് സ്ട്രോങ് ഇമോഷൻസ് ആൻഡ് ആർ നീഡ് ഓഫ് ലവ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാണുന്നത് എന്താണ്? ഇവർ രണ്ടുപേരും ഒരുപോലെ സ്ട്രോങ് ആണ്, വളരെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, ആർഗ്യൂ ചെയ്യാൻ അവർക്കറിയാം. സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഉള്ള, സ്നേഹം അതിയായി ആഗ്രഹിക്കുന്ന രണ്ട് കൂട്ടരാണ് നമ്മുടെ സ്മിർനോവും പൊപ്പോയും. നോ വണ്ടർ വി ഫൈൻഡ് ദം ലോക്ക്ഡ് ഇൻ എ പ്രൊലോങ്ഡ് കിസ് അറ്റ് ദ എൻഡ് ഓഫ് ദെയർ ഷൗട്ടിംഗ് മാച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷൗട്ടിംഗ് മാച്ചിൻ്റെ അവസാനത്തിൽ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു, പ്രൊലോങ്ഡ് കിസ്സിലാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നീഡ് ഓഫ് ലവ് ആണ്. ഓക്കെ, ആൻഡ് ഫൈനൽ 6th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് പൊപ്പുവ ഇൻ ദ പ്ലേ. അത് നമ്മൾ പറയണമെന്നില്ല, നമ്മളിപ്പോൾ ഇത് തുടക്കം മുതലേ പറഞ്ഞത് ഇതിന് ഇൻക്ലൂഡ് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഇതിൽ ഹീറോയിനാണ് നമ്മുടെ പൊപ്പുവ എന്ന് പറയുന്നത്. ആൻഡ് at the beginning of the play, she appears as a gloomy widow, but as the play progresses, she leaves her mourning and becomes a light-hearted woman. എന്താ ഇവിടെ പറയുന്നത്? ഈ ഒരു പ്ലേയുടെ തുടക്കത്തിൽ നമുക്ക് നമ്മുടെ പൊപ്പുയെ കാണാൻ സാധിക്കുന്നത് ഒരു ഗ്ലൂമി വിഡോ ആയിട്ടാണ് അല്ലേ. അതായത് തൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് വളരെ ദുഃഖിതമായിട്ട് നിൽക്കുന്ന, വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാര്യയായിട്ടാണ് കാണുന്നത്, ഒരു വിഡോ ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു പ്ലേ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് അവൾ അവളുടെ മോർണിംഗ് ഒക്കെ ഒഴിവാക്കി ലീവ്സ് ചെയ്തിട്ട് അവൾ ബിക്കംസ് എ ലൈൻ ഹാർട്ടഡ് വുമൺ അല്ലേ. വളരെ സ്ട്രോങ് ആയിട്ട് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന, സ്ട്രോങ് ഇമോഷൻസിലൊരു വ്യക്തിയായിട്ടാണ് നമ്മളവളെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഷീ ആൻസേഴ്സ് സ്മിർനോവ് ബ്രൈറ്റ്ലി ടെല്ലിങ് ഹിം ഓൾ മെൻ ഇൻക്ലൂഡിങ് ഹെർ ഹസ്ബൻഡ് ആർ ചീറ്റ്സ്. എന്തിന് സ്മിർനോവ് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ തിരിച്ചടിക്കാനും, അതുപോലെ അവൾ പറയുന്നുണ്ടല്ലോ എല്ലാ ആളുകളും എന്തിനും അവളുടെ ഹസ്ബൻഡ് വരെ അവളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അൺഫെയ്ത്ത്ഫുൾ ആണെന്നുള്ള രീതിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. It is very strange that she accepts the challenge of Smirnov to have a duel with pistols. അതായത് എന്താ പറയുന്നത്, സ്മിർനോവുമായിട്ടുള്ള അങ്ങനെ നമ്മുടെ സ്മിർനോവ് പൊപ്പോയെ ക്ഷണിക്കുകയാണ് പിസ്റ്റലുമായിട്ടൊരു ഡ്യുവലിന് വേണ്ടി. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക മീനിങ്? രണ്ടുപേർ നടക്കുന്ന ഒരു യുദ്ധം. ഇപ്പോൾ അങ്കണം എന്നൊക്കെ പറയില്ലേ, പിസ്റ്റൽ തോക്ക് കേട്ടോ, ചെറുതോക്കുമായിട്ട് ഉള്ളൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട് സ്മിർനോവ് അവളെ ക്ഷണിക്കുകയാണ്, അവളെ വെല്ലുവിളിക്കുകയാണ്, അത് അവളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഷീ ഡസ് നോട്ട്
ഈവൻ നോ ഹൗ ടു ഹോൾഡ് എ പിസ്റ്റൽ, എങ്ങനെയാണ് ഒരു പിസ്റ്റൽ പിടിക്കേണ്ടത്, എങ്ങനെ അത് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് കൂടി നമ്മുടെ പൊപ്പോയ്ക്ക് അറിയില്ല. എന്നിട്ടും അവളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. She is so delicate that her fingers get swollen by holding the pistol. She is very moody and she has mood swings. She asks Smirnov to get out and then asks him to stop, and this continues many times. നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എങ്ങനെയാണ് അവൾ അവളുടെ കൈകൾ കൊണ്ട് ആ ഒരു പിസ്റ്റൽ ഹോൾഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഷീ ഈസ് വെരി മൂഡി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. പിന്നെ അവൾ അവളുടെ സ്മിർനോവിനോട് ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവൻ ആ ഒരു വാതിലിൻ്റെ അടുത്ത് എത്തുന്ന സമയത്തിന് അവൾ പെട്ടെന്ന് സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. ഇതൊരുപാട് തവണ നടന്നിട്ടുണ്ട്. ദിസ് കണ്ടിന്യൂസ് മെനി ടൈംസ്. ഷീ ഈസ് വെരി ഇമോഷണൽ ആൻഡ് ഷീ ഫാൾസ് ഫോർ ദ പ്രൈസ് ഓഫ് ഹെർ ഡിംപിൾ ചീക്സ്, യൂത്ത് ആൻഡ് ബ്യൂട്ടി. ഇനി അവളുടെ ആ ഒരു അപ്പിയറൻസിനെ കുറിച്ചിട്ട് പറയാണ്. അവളുടെ ഡിംപിൾ ചീക്സ്, യൂത്ത്, നല്ല ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. She wanted a real man, a strong one, and she finds such a man in Smirnov. അങ്ങനെ അവൾക്ക് എന്താണ് ആവശ്യം? ഒരു റിയൽ മാൻ, അതായത് അവളുടെ ആദ്യത്തെ ഹസ്ബൻഡിനെ പോലെ അവൾ വഞ്ചിക്കാത്ത ഒരു റിയൽ മാൻ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അവൾക്ക് വേണ്ടത്. അത് അവളെ സ്മിർനോവിൽ കണ്ടെത്തുകയാണ്. And then we see the widow wearing black clothes, locked in a prolonged kiss with Smirnov, whom she know only for about half an hour. അപ്പോൾ നമ്മൾ കണ്ടതാണ്, അവളെ ഒരു വിധവയായിരുന്നു, ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അവളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയ അവളുടെ ഹസ്ബൻഡിന് ദുഃഖാചരണി നടത്തുന്ന ഒരു സ്ത്രീ ആയിരുന്നു. എന്നാൽ വെറും ഹാഫ് ആൻ അവർ മാത്രം പരിചയമുള്ള സ്മിർനോവുമായിട്ട് എങ്ങനെയാണ് അവൾ അവസാനം നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എന്താണ് ആവശ്യം? യെസ്, ഷി നീഡ് ലവ്. അപ്പോൾ ഇതാണ് പൊപ്പിയെ കുറിച്ചിട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ. ഇനി എസ്സേ ചോദിക്കുകയാണെങ്കിലും ഇതുപോലെയൊക്കെ നമ്മളിപ്പോൾ പാരഗ്രാഫ് 6 ക്വസ്റ്റ്യനോളം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ സമ്മറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി നമ്മുടെ എസ്സേക്ക് വേണ്ടിയിട്ട്. എസ്സേ ഇപ്പോൾ നോക്കുന്നില്ല. ആൻഡ് ദെൻ ഇനി മറ്റുള്ള ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. സമ്മറി പറയണോ അതോ ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്ത് പോയാൽ മതിയോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സജഷൻ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം. ഫൈനലി, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.